friends, the name is Vishnu Srijit. Welcome to Indolak Vlogs. Today we are going to discuss about N95 mask. In the market, cloth mask, surgical mask, N95 mask എന്നീ പല മാസ്കുകളും ലഭ്യമാണ്. പക്ഷേ കോവിഡിനെതിരെ ഏറ്റവും എഫക്റ്റീവ് ആയ മാസ്കാണ് N95 മാസ്ക്. ഈ മാസ്കുകളെ N95 മാസ്കുകൾ എന്ന് വിളിക്കാനുള്ള പ്രധാന കാരണം ഇത് കോവിഡിനെതിരെ 95% നമുക്ക് പ്രൊട്ടക്ഷൻ നൽകും. N95 മാസ്കുകൾക്ക് കൊറോണയെ ഫിൽട്ടർ ചെയ്യാനുള്ള കപ്പാസിറ്റി 95% ആണ്. അതുപോലെ തന്നെ ഇന്ന് മാർക്കറ്റിൽ N99, N100 എന്നീ മാസ്കുകളും ലഭ്യമാണ്. N99 മാസ്കുകളുടെ ഫിൽട്രേഷൻ കപ്പാസിറ്റി 99%ഉം N100 മാസ്കുകളുടെ ഫിൽട്രേഷൻ കപ്പാസിറ്റി 99.97% ആണ്. Three layers, 5 layers, 6 layers എന്നീ പല ലേയേഴ്സിലും ഇന്ന് N95 മാസ്കുകൾ ലഭ്യമാണ്. N95 മാസ്കുകൾ വാങ്ങുമ്പോൾ ഏതൊക്കെ സർട്ടിഫിക്കേഷൻ ഉണ്ട് എന്ന് നോക്കിയിട്ട് വേണം വാങ്ങാൻ. ഇപ്പോൾ മാർക്കറ്റിൽ കുറെ ഫേക്ക് N95 മാസ്കുകൾ ഇറങ്ങുന്നുണ്ട്. അത് കാരണം നിങ്ങൾ ഒരിക്കലും സർട്ടിഫിക്കേഷൻ ഇല്ലാത്ത N95 മാസ്കുകൾ വാങ്ങരുത്. NIOSH, ISO, ISI, FDA എന്നീ സർട്ടിഫിക്കേഷൻ ഉള്ള മാസ്കുകൾ വാങ്ങാൻ നിങ്ങൾ പരമാവധി ശ്രദ്ധിക്കണം. ഈ സർട്ടിഫിക്കേഷൻസ് എല്ലാം ക്വാളിറ്റി ഉള്ള N95 മാസ്കിന്റെ കവറിന്റെ മേലെ പ്രിന്റ് ചെയ്തിട്ടുണ്ടാകും. ആദ്യമായാണ് നിങ്ങൾ N95 മാസ്കുകൾ വാങ്ങുന്നതെങ്കിൽ ഒരു കമ്പനിയുടെ കുറേ N95 മാസ്ക് വാങ്ങാതെ ഡിഫറെന്റ് കമ്പനിയുടെ ഒന്നോ രണ്ടോ N95 മാസ്കുകൾ വാങ്ങുക. കാരണം എല്ലാ മാസ്കും നിങ്ങളുടെ ഫേസിന് ഫിറ്റായിക്കൊള്ളണമെന്നില്ല. ഫിറ്റാവാത്ത N95 മാസ്കുകൾ നിങ്ങൾ ഒരിക്കലും ഉപയോഗിക്കരുത്. N95 മാസ്കുകൾ ഒരിക്കലും കഴുകുകയോ വെയിലത്തുണക്കാനിടുകയോ ചെയ്യരുത്. ചെയ്താൽ ഇതിന്റെ പ്രൊട്ടക്ഷൻ പവർ 95%ൽ നിന്നും 20 to 30% ആയി കുറയും. If you wash a N95 mask, its filtration capacity will reduce from 95% to 20 to 30%. കാരണം നിങ്ങൾ ഒരു N95 മാസ്ക് കഴുകുമ്പോൾ അതിലെ ഇലക്ട്രോസ്റ്റാറ്റിക് ചാർജ് നഷ്ടപ്പെടും. ഒരു N95 മാസ്ക് മാക്സിമം 8 hours മാത്രമേ ഉപയോഗിക്കാൻ പാടുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഒരു പ്രാവശ്യം ഉപയോഗിച്ച N95 മാസ്ക് 3 days കഴിഞ്ഞിട്ടേ പിന്നെ ഉപയോഗിക്കാൻ പാടുകയുള്ളൂ. നിങ്ങൾ N95 മാസ്കുകൾ അയൺ ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ നിങ്ങൾ വാൽവുള്ള N95 മാസ്കുകൾ ഉപയോഗിക്കരുത്. കാരണം ഇത് കൊറോണ വൈറസ് സ്പ്രെഡ് ആവാൻ കാരണമാകും. നിങ്ങൾ ഉപയോഗിക്കുന്നത് നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു N95 മാസ്ക് ആണെങ്കിൽ അതിൻ്റെ താഴെ മറ്റു മാസ്കുകൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. കാരണം അതുകൊണ്ട് ഒരു ബെനിഫിറ്റും ഇല്ല. ഒരാൾ ഉപയോഗിച്ച N95 മാസ്കുകൾ മറ്റൊരാൾ ഉപയോഗിക്കരുത്. അതുപോലെ തന്നെ ഒരു പ്രാവശ്യം നിങ്ങൾ ഉപയോഗിച്ച N95 മാസ്ക് രണ്ടാമത്തെ വട്ടം ഉപയോഗിക്കുമ്പോൾ ബ്രീത്തിങ് ട്രബിൾ ഉണ്ടെങ്കിൽ ആ N95 മാസ്ക് ഉപയോഗിക്കരുത്.
ഒരു പ്രാവശ്യം ഉപയോഗിച്ച N95 മാസ്ക് രണ്ടാമത്തെ പ്രാവശ്യം ഉപയോഗിക്കുമ്പോൾ അതിൽ അഴുക്കോ ബ്ലഡോ ഉണ്ടെങ്കിൽ അത് വീണ്ടും ഉപയോഗിക്കരുത്. നിങ്ങൾ ഉപയോഗിക്കുന്ന N95 മാസ്ക് ഊരുമ്പോൾ അതിൻ്റെ ഫ്രണ്ട് വശത്ത് തൊടാൻ പാടുകയില്ല. അതിൻ്റെ ലൂപ്പിൽ പിടിച്ചു വേണം ഇതുപോലെ ഊരാൻ. നിങ്ങൾ ഉപയോഗിക്കുന്ന നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു N95 മാസ്ക് ആണെങ്കിൽ അത് മാക്സിമം 5 ടൈംസ് ഉപയോഗിക്കാൻ പാടുകയുള്ളൂ. അതിനുശേഷം അത് ഡിസ്പോസ് ചെയ്യണം. ഇന്ന് മാർക്കറ്റിൽ വാഷ് ചെയ്യാൻ പറ്റുന്ന N95 മാസ്കുകൾ ലഭ്യമാണ്. അതിന്റെ കവറിൽ വാഷബിൾ എന്ന് പ്രിന്റ് ചെയ്തിട്ടുണ്ടാകും. നിങ്ങൾ പുതിയതായി ഒരു N95 മാസ്ക് യൂസ് ചെയ്യുമ്പോൾ ഇതുപോലെ പ്രസ് ചെയ്ത് അത് നിങ്ങൾക്ക് ഫിറ്റ് ആണോ എന്ന് ഉറപ്പുവരുത്തണം. Thank you for watching this video. Please support me by subscribing my channel. Thank you.